വിശദീകരണം കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ? മുഹമ്മദ് നബി സുന്നിയായിരുന്നു, വഹാബിയായിരുന്നില്ല എന്നെന്റെ പരാമർശത്തിന്റെ പുറത്തും ഇപ്പുറത്തും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഏതുപോലെ ഫവൈലുൽ മുസല്ലീൻ എന്ന ആയത്തോതിയ അർത്ഥം കിട്ട നിസ്കരിക്കുന്നവർക്ക് നാശെന്ന. എങ്ങനെ നിസ്കരിക്കുന്നവർക്ക് തായുണ്ട്? നബി സുന്നി എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ് സുന്നി എന്ന് ഞാൻ അതിന് താഴെ വിശദീകരിച്ചിട്ടുണ്ട്. അത് കോമൺ സെൻസിൽ എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഉസ്താദിനോട് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കും, അപ്പുറപ്പുറം കേൾപ്പിക്കാൻ ധൈര്യം ഉണ്ടോ? ഒരു മിനിറ്റ്, ഞങ്ങൾ ഇടുന്നത് മുഴുവൻ അപ്പുറപ്പുറം കേൾപ്പിച്ചു തരാം. നിങ്ങൾ കേൾക്കി, നിങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കി, ഹക്കും ബാത്തിലും വേർതിരിച്ചു മനസ്സിലാക്കി. അതല്ലാതെ ഈ ജാതി ഹക്കിനെ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 42 പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യരുത്. അത്തഅ്മുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് സത്യം പറയേണ്ടവർ, ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറന്നു പോവുകയുമാണോ? ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 44-ാമത്തെ വചനം. ഇങ്ങനെ ആളുകളെ ചതിക്കലല്ല ദേവത്ത്. പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 നിസ്കരിച്ച ആളായിരുന്നു എന്ന് അവർ പരാമർശം. ഉളുപ്പ് വേണം. പിന്നെ അള്ളാനെയും പരലോകത്തെയും പേടിയുള്ളവനല്ലേ ഇപ്പൊ എന്തും പറയാ, എന്ത് പറയണമെന്നുള്ളൊരു കൺട്രോളൊക്കെ ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 നിസ്കരിച്ചിട്ട് തറാവീഹ്. ഞാൻ ഒരൊറ്റ പോയിന്റ് മാത്രമാണ് തറാവീഹിന്റെ കാര്യം പറയുന്നത്. ഒറ്റ പോയിന്റ്. ഇപ്പോ ഈ നിമിഷത്തിൽ പരിശോധിക്കുകയും ചെയ്യാം. ഈ നിമിഷത്തിൽ എന്താ അത്? സഹീഹ് ബുഖാരിയിൽ നിന്ന് തറാവീഹ് എത്ര റക്അത്തെന്ന് വായിച്ച് കളിപ്പിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? കിതാബ് അധ്യായ നമ്പറൊക്കെ ഞാൻ പറഞ്ഞുതരാം. സഹീഹ് ബുഖാരി അതേതായിരുന്നാലും 921 ശേഷമുള്ളതല്ലോ. 921 ശേഷമുള്ളതല്ല സഹീഹ് ബുഖാരി. ഞങ്ങൾ പറയുന്നത് സഹീഹുൽ ബുഖാരിയിൽ കിതാബു തറാവീഹ് ബാബു തറാവീഹ് എന്നൊരു അധ്യായമുണ്ട്. ഇല്ല, നിങ്ങൾ നിഷേധിക്കി. ആ തറാവീഹ് എന്ന് പറഞ്ഞ അധ്യായത്തിന്റെ ചുവട്ടിൽ 23 നിസ്കരിച്ചു എന്നാണെങ്കിൽ ഉറക്കെ പ്രഖ്യാപിക്കും ഞങ്ങൾ 23. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? സഹീഹ് ബുഖാരിയിലെ കിതാബു തഹജ്ജുദ്, കിതാബു തറാവീഹ്, കിതാബു വിത്ർ, കിതാബു തഹജ്ജുദ്, കിതാബ് ഖിയാമുൽ ലൈൽ എന്ന അധ്യായത്തിന്റെ ചുവടെ വന്ന ഹദീസുകൾ ബുഖാരി കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വായിച്ചു കൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നൊരൊറ്റ ചോദ്യം. ഇത് ഞാൻ ജനങ്ങൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ. ജനങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ബുഖാരിയിൽ, സഹീഹ് ബുഖാരിയില് 4 അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണാം. ഏത്? ഈ വിഷയകമായി 4 അധ്യായം. ഒന്ന് തഹജ്ജുദ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം കാണാം സഹീഹ് ബുഖാരിയിൽ. സഹീഹ് ബുഖാരിയിൽ കേട്ടോ, നിങ്ങൾ ഉസ്താദുമാർ ജീവിതത്തിൽ വായിച്ചിട്ടില്ലാത്തതാ പറയുന്നത്. അവിടെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് സഹീഹ് ബുഖാരി. സഹീഹ് ബുഖാരി കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പൂർവ്വകാല പ്രസിഡന്റ് അല്ല എന്ന് നിങ്ങളും അംഗീകരിക്കും. ഞാൻ ചോദിക്കുന്നു, സഹീഹ് ബുഖാരിക്ക് ഈ ഹദീസ് എവിടുന്ന് കിട്ടി? 11ന്റെ ഹദീസ് എവിടുന്ന് കിട്ടി? ശരി, എന്നാ തറാവീഹ് എന്ന് പറഞ്ഞ അധ്യായത്തിൽ 23 ഉണ്ടാവുമോ സഹീഹ് ബുഖാരിയിൽ? ഇല്ല. സഹീഹ് ബുഖാരിയിൽ കിതാബ് തറാവീഹ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതിന്റെ ചുവട്ടിൽ വന്ന ഹദീസിൽ ഏതെങ്കിലും ഒന്നിൽ 20ന്റെ കഥ ഉണ്ടോ? 11ൻ്റെതല്ലാതെ. ധൈര്യം ഉണ്ടെങ്കിൽ ആ ബുഖാരി ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങോട്ട് നോക്കേ, പരിശോധിക്കേ. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? ബുഖാരി എന്നാണ് ഞാൻ പറയുന്നത്. ബുഖാരി മാത്രം എടുത്തു ധരിക്കേ തെളിവ്. എന്നിട്ട് സഹീഹ് മുസ്ലിമിലേക്ക് കടക്ക്, എന്നിട്ട് വേറെ ഹദീസ് ഗ്രന്ഥത്തിലേക്ക് കടക്ക്, എന്നിട്ട് തറാവീഹിന്റെ എണ്ണം എത്രയായിരുന്നു എന്ന് നോക്കൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ജനങ്ങൾ നിസ്കരിച്ച തെളിവല്ല എന്ന് താജുദ്ദീൻ സലായി പറഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നതോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നിഷേധിച്ചു. ഉമറിന്റെ കാലത്ത് ജനങ്ങൾ ചെയ്തത് തെളിവല്ല എന്നതുകൊണ്ട് ഉമർ തെളിവല്ല എന്ന് വരില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തറാവീഹിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് തെളിവാണ്. ഇമാം മാലിക്കിന്റെ മുവത്തയിലെ 311ാമത്തെ പേജ് എടുത്തു വായിച്ചു നോക്ക്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാ, ഉമർ തമീമുദ്ദാരിയോടും കഅബ് ബിൻ മാലിക്കിനോടും അലാ 11 റക്അത്തൻ കൽപ്പിച്ചു. ജനങ്ങൾക്ക് നിന്ന് നമസ്കരിച്ചു കൊടുക്കാൻ അലാ 11 റക്അത്തൻ 11 റക്അത്ത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഞങ്ങൾക്ക് തെളിവാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ജനങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് തെളിവല്ല. അതാ പറഞ്ഞത് താജുദ്ദീൻ. ഉമർ ബിൻ ആ ക്ലിപ്പിംഗ് പോലും കൂട്ടിമാട്ടിയില്ലേ? പച്ച മലയാളത്തിലൂടെ ഇട്ട് കേൾപ്പിച്ച 3ാമത്തെ ക്ലിപ്പിംഗിലുള്ളത് എന്തായിരുന്നു? ജനങ്ങൾ ഉമറിന്റെ കാലത്ത് ജനങ്ങൾ നിസ്കരിച്ച തെളിവല്ല എന്നാ. ഉമർ തെളിവല്ല. ഉമർ ഞങ്ങൾക്ക് തെളിവാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു 23 നിസ്കരിച്ചെന്ന് സഹിയായ ഒരു ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കും. പറഞ്ഞ പണിയെടുക്കും ഞങ്ങൾ. 23 നിസ്കരിച്ചെന്ന് സഹിയായ ഒരു ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കും. 23 നിസ്കരിച്ചെന്ന് സഹിയായ ഒരു ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കും. 23 നിസ്കരിച്ചെന്ന് സഹിയായ ഒരു ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കും. പറഞ്ഞ പണിയെടുക്കും ഞങ്ങൾ.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 23 നിസ്കരിച്ചു എന്നുള്ളൊരു ഹദീസ് ഉദ്ധരിക്കുക സഹീഹായ പരമ്പരയോടെ. ഇമാം മാലിക് ഹദീസ് ഗ്രന്ഥങ്ങൾ ചട്ടയായി ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യമായി ഹദീസുകളെ ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമാണ് ഇമാം മാലിക്കിന്റെ മുവത്ത. അതിന്റെ 311-ാമത്തെ പേജ് എടുത്തു നോക്ക്. അതിൽ കാണാം ഉമർ കൽപ്പിച്ചു ജനങ്ങൾക്ക് വേണ്ടി നിന്ന് ഇമാമത്തൊന്ന് നിസ്കരിച്ചു കൊടുക്കാൻ. ആരോട്? കഅബ് ഇബ്നു മാലിക്കിനോടും തമീമുദ്ദാരിയോടും 11 നിസ്കരിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കുക, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ് നബിയുടെ റമദാനിലെ നിസ്കാരത്തെ പറ്റി. അപ്പൊ പറയും മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅതൻ. സഹീഹ് ബുഖാരി 2013-ാമത്തെ ഹദീസ്. അങ്ങനെയാ തെളിവ് ധരിക്കല്, നാവിട്ടലല്ല, തൊപ്പിന്റെ നീട്ടം കാണിക്കലല്ല. തെളിവതാ. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധ സഹീഹ് ബുഖാരി 2013-ാമത്തെ ഹദീസ്. എന്നാൽ സഹീഹ് ബുഖാരിയിൽ നിന്ന് 23-ന്റെ ഒരു ഹദീസ് ഉദ്ധരിക്ക്. അതുപോലെ ഖിയാമുൽ ലൈൽ 11. ഇതൊക്കെ ഒരേ നിസ്കാരാട്ടോ. ഉറങ്ങി എണീറ്റ് നിസ്കരിച്ച തഹജ്ജുദ്, ഉറങ്ങാണ്ട് നിസ്കരിച്ച ഖിയാമുൽ ലൈൽ, ഒറ്റയിലാക്കി അവസാനിക്കുന്നുണ്ട് വിത്ർ. റമദാനിൽ വിശ്രമിച്ച് നിസ്കരിക്കുന്നുണ്ട് തറാവീഹ്. ഇമാം ബുഖാരിക്ക് തറാവീഹ് എന്ന് പറഞ്ഞ അധ്യായമുണ്ട്, അത് 11ആണ്. ഞാൻ ചോദിക്കുന്ന, ബുഖാരി പഴച്ച ആളാണോ? ബുഖാരി ദീനിന്ന് പുറത്തു പോയ ആളാണോ? ഈ ചോദ്യം നിങ്ങൾ മുഴങ്ങണം. എന്റെ സമസ്തക്കാർ ഈ പ്രസംഗം കേൾക്കുന്ന കുട്ടികളോട്, തക്ബീറിൽ കയ്യടിച്ച് പിരിഞ്ഞുപോയ പലരും ഉണ്ടാവുമല്ലോ കൂട്ടത്തിലെ, ഓരോട് നിങ്ങൾ ഉസ്താദുമാരോട് ഒന്ന് ചോദിക്കുക, സഹീഹ് ബുഖാരിയിൽ 4 ബാബുണ്ടോ എന്ന് ആദ്യം ചോദിക്കുക. എന്നിട്ട് ആ ബാബെന്ന ഹദീസ് ഇങ്ങോട്ട് വായിച്ചു തരാൻ പറയാം. ആ ഹദീസ് വായിക്കുന്നിടത്ത് എവിടെയെങ്കിലും 11 കൂടുതൽ 13-ന്റെ റിപ്പോർട്ടുണ്ട്, സുബൈന്റെ മുമ്പുള്ള 2 റകഅത്തടക്കമുള്ള, അത് വേറെ വിഷയം. നേരെ മറിച്ച് 23-ന്റെ റിപ്പോർട്ട് സഹീഹ് ബുഖാരി. ഞങ്ങൾ സഹീഹ് ബുഖാരിയെ ഒന്നാമതായി അംഗീകരിക്കുന്നു ഹദീസ് ഗ്രന്ഥത്തിൽ, സഹീഹ് മുസ്ലിം അംഗീകരിക്കുന്നു ഞങ്ങൾ 2-ാമത്തെ സ്ഥാനത്ത്. അങ്ങനെ ബാക്കിയുള്ള ഹദീസുകളിൽ, ഗ്രന്ഥങ്ങളിൽ സഹീഹായ ഹദീസ് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ 11 സ്വീകരിച്ചിട്ടുള്ളത്, അല്ലാതെ വെറുതെ അല്ല. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, റസൂൽ എത്ര സ്കരിച്ച്? ആയിഷ ബീവി പറയുന്നു 11, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും 11, സഹാബികൾ പറയുന്നു 11. ഏത് സ്വീകരിക്കണം? ഏത് സ്വീകരിക്കണം? അല്ലാഹുവിന്റെ റസൂൽ മക്കത്ത് വെച്ച് നിസ്കരിച്ച 11 നിസ്കരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നിസ്കരിച്ച 11 നിസ്കരിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കൽപ്പിച്ച 11 നിസ്കരിക്കണം. അപ്പൊ ഉമറിന്റെ കാലത്തോ നോക്കിയല്ലോ, ഉമറിന്റെ കാലത്തല്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു എന്ത് കൽപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് തെളിവ്. അതുകൊണ്ടാണല്ലോ അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയ്യീൻ എന്ന് പറഞ്ഞത്. അവിടെയാ ഉമർ ഇബ്നു ഖത്താബ്. അതാണ് ഇമാം മാലിക് മോത്തയിലെ 311 പറഞ്ഞത്. അത് 11ആണ്. ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമുദ്ദാരിയെയും ഞാൻ നേരത്തെ പേര് തിരിഞ്ഞു പോയതാണ്, ഇനി അതിന്റെ റോള് പിടിച്ചു തൂങ്ങണ്ട എന്നർത്ഥം. സഹോദരങ്ങളെ, അപ്പൊ സഹീഹ് ബുഖാരിയിലെ ഈ 4 ബാബുകൾ പരിശോധിക്കുകയും അതിന്റെ ചുവട്ടിൽ വന്ന ഹദീസുകൾ സഹീഹാണല്ലോ. സഹീഹ് ബുഖാരിയിൽ ഒറ്റൊന്നും ദുർബലമല്ലല്ലോ, അതിൽ 11 കാണുന്നു. ഇനി രസകരമായ ഒരു ചോദ്യമാണ് നമ്മുടെ ചോദിക്കുന്നത്. ഈ സഹീഹ് ബുഖാരിയിലെ 4 അധ്യായത്തിന്റെ ചുവടെ കൊടുത്ത 11 റകഅത്ത് നിങ്ങൾ എപ്പോഴാണ് നിസ്കരിച്ച ജീവിതത്തിൽ? ഒരു ചോദ്യമാണ്. ഈ നബി നിസ്കരിച്ചു എന്ന് ബുഖാരി പറയുന്ന കൃത്യമായ തെളിവുകൾ ഉദ്ധരിച്ച 11 റകഅത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾ നിസ്കരിച്ചത്? അപ്പൊ തെളിവുള്ള നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, തെളിവില്ലാത്തത് നിങ്ങൾ ചെയ്തത്. ഏത് കാര്യവും അങ്ങനെ തന്നെ, ഏത് വിഷയം അങ്ങനെ തന്നെ. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശ്വസിക്കുന്ന വളരെ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നെന്താ? അള്ളാന്റെ റസൂലിന് വരെ ദീനിൽ ഒരു കാര്യം കടത്തിക്കൂട്ടാൻ അവകാശമുണ്ട്. റസൂൽ ഇപ്പൊ ഒരു കാര്യത്തിൽ നല്ലത് എന്ന് വിചാരിക്കുക, നബിക്ക് അവകാശമുണ്ടോ? എന്താണ് സമസ്തക്കാരുടെ വാദം? അവകാശമുണ്ട് എന്നാണോ? ഇല്ല എന്നാണ്. നിങ്ങളുടെ പ്രവൃത്തി അതാണ് തെളിയിക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ആർക്കും ദീനിൽ എന്തുണ്ടാക്കാന്നുള്ളിടത്താണ് നിങ്ങളുള്ളത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരക്ഷരം കടത്തിക്കൂട്ടാനുള്ള അവകാശമില്ല. അതാണ് സാക്ഷാൽ ദീൻ, അതാണ് ഇസ്ലാം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അറഫ് ദീനിൽ കടത്തിക്കൂട്ടാൻ അവകാശമില്ല. ഒരക്ഷരം നബി കടത്തിക്കൂട്ടിയാൽ നബിയുടെ കാര്യം പോലും കഷ്ടമാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ കണ്ട അത്ഭുതപ്പെട്ടു പോകും നമ്മള്. ഖുർആനിലെ 69-ാം അധ്യായം അൽഹാഖത്തു മൽഹാഖ, ഈ അധ്യായം നോട്ട് ചെയ്യണം പ്രിയപ്പെട്ട യുവാക്കളെ. നിങ്ങളോടാണ് സംസാരിക്കുന്നത്, സ്നേഹത്തോടു കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഖുർആനിലെ 69-ാം അധ്യായം, ആ 69-ാം അധ്യായത്തിലെ 44, 45, 46, 47 വചനങ്ങൾ
വലൗ തഖവ്വല അലൈനാ ബഅദൽ ലകാവീൽ ലഅഖദിനാ മിൻഹും ബിൽ യമീൻ. കേട്ടോ നിങ്ങളെ, ആയത്തിന് അത്ഭുതത്തോടു കൂടിയേ കേൾക്കാൻ കഴിയുള്ളൂ. വലൗ തഖവ്വല അലൈനാ ബഅദൽ ലകാവീൽ, നബി എങ്ങാനും അള്ളാന്റെ പേരിൽ ഒരൊറ്റ വാക്ക് കെട്ടിക്കൂട്ടി കൊണ്ടുവന്നാൽ, കടത്തിക്കൂട്ടിയാൽ, എന്നിട്ട് അല്ല പറയുന്നത് ലഅഖദിനാ മിൻഹും ബിൽ യമീൻ. റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പരിഭാഷ എന്നാണ് ഞാൻ അർത്ഥം പറയുന്നത്. അള്ളാഹുവിന്റെ വലത് കൈകൊണ്ട് മുഹമ്മദ് നബിയെ പിടിക്കും. സുമ്മലത്തൈന, എന്നിട്ടോ അദ്ദേഹത്തെ മുറിച്ചു കളയും. അദ്ദേഹത്തിന്റെ ജീവനാടി. അള്ളാന്റെ റസൂല് ഇത് അടിവരയിട്ടോളൂ മുസ്ലിയാക്കന്മാരെ, മൊല്ലമാരെ, മൗലവിമാരെ, നാടൻ മനുഷ്യരെ, സുഹൃത്തുക്കളെ. അള്ളാന്റെ റസൂല് അള്ളാന്റെ പേരിൽ ഒരു വാക്ക് കെട്ടിച്ചമച്ചാൽ ആ റസൂലിനെ എന്ത് ചെയ്യും? അള്ളാഹു പിടിക്കും. എന്നിട്ട് റസൂലിന്റെ ജീവനാടി മുറിച്ചു കളയും. ആ പിടുത്തത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ രക്ഷിക്കാൻ നിങ്ങൾക്കൊരാൾക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആനാ പറയുന്നത്. 69-ാം അധ്യായമാണ് പറയുന്നത്. അള്ളാന്റെ റസൂൽ ഒരു വാചകം കെട്ടിയ അന്നെന്ത് ചെയ്യും? അള്ളാന്റെ റസൂലിന്റെ ജീവനാടി മുറിച്ചു കളയും, കഴുത്ത് പിടിച്ചിട്ട് പൊട്ടിച്ചു കളയും. അല്ല പറയാണ് ഖുർആനിൽ, പടച്ചതമ്പുരാൻ പറയാണ്. റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പരിഭാഷയിൽ ഇതുപോലെ അർത്ഥം കൊടുത്തു. ജീവനാടി പൊട്ടിച്ചു കളയും, മുറിച്ചു കളയും. അള്ളാന്റെ റസൂലാണ് ഒരു വാക്ക് അല്ല വഹി നൽകാത്ത പഠിപ്പിക്കുന്നതെങ്കിൽ. അഭീഷ്ടമനുസരിച്ച് പ്രവാചക തിരുമേനി സംസാരിക്കാറില്ല, വഹി അനുസരിച്ചല്ലാതെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 53-ാം അധ്യായം സൂറത്ത് നജ്മ് 3-4 വചനങ്ങൾ. ആ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാറില്ല, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാറില്ല, വഹി അനുസരിച്ചാണ് സംസാരിക്കുക. ഏതൊരു കാര്യം റസൂല് മതമാണ്. അതുകൊണ്ടാണ് ചില സഹാബിമാരൊക്കെ നബിയെ ഇത് വഹിയാണോ അല്ല താങ്കളുടെ അഭിപ്രായമാണോ എന്ന് പ്രത്യേകം ചോദിക്കുന്നത്. അങ്ങനെ 2-3 സംഭവങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയുന്നു. നബിയെ ഇത് ആമിന ബീവിയുടെ മകൻ എന്ന നിലയിലാണോ അല്ല അള്ളാഹുവിന്റെ റസൂൽ എന്ന നിലയിൽ അല്ല വഹി നൽകിയതാണോ? അല്ല വഹി നൽകാത്തൊന്നും മതമായവർ അംഗീകരിച്ചിരുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ വഹി നിങ്ങൾക്കറിയാലോ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബ്ലയായ കാലം നിങ്ങൾക്കറിയുമോ? ആ കാലം